നൂറ്റാണ്ടുകളുടെ ഇഴയെളുപ്പത്തിലൂടെ രൂപം കൊണ്ടതാണ് ഒമാനും കേരളവുമായുള്ള ഹൃദയബന്ധം. ചേരമൻ പെരുമാളിനെ പോലും ആകർഷിക്കുമാറ് ഈ ബന്ധത്തിന് ചരിത്രത്തിന്റെ ഈടുറ്റ പിൻബലവുമുണ്ട്. അറബിക്കടലിന്റെ സാന്നിധ്യം ഈ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചിരിക്കണം. കേരളത്തിന്റെ അതേ ഭൂപ്രകൃതിയും ഋതുമാറ്റങ്ങളും പറിച്ചുനട്ട സലാല പോലുള്ള പ്രദേശങ്ങളാണ് ഒമാന്റെ കൈമുതലും. അസ്സലാമു അലൈക്കും. ഇന്നും ടീ ടോക്ക് ഒമാനിൽ തന്നെയാണ്. കേരളവുമായി ആത്മബന്ധം പുലർത്തുന്ന നിരവധി ഒമാനികളുണ്ട്. കുടുംബത്തിന്റെ ഊഷ്മളത കാത്തുസൂക്ഷിക്കുന്നവർ. കേരളത്തിന്റെ വേരിലും മുദ്രയിലും വല്ലാതെ അഭിമാനം കൊള്ളുകയാണിവർ. നാളികേരത്തിന്റെ നാട്ടിൽ ഒമാനികൾക്കും ഒരിടം നൽകുന്ന കേരളത്തിന്റെ ആ ഉദാരതയുണ്ടല്ലോ, അത് നെഞ്ചോട് ചേർത്ത് കാത്തുസൂക്ഷിക്കുകയാണിവർ. ഒമാന്റെ മണ്ണിൽ ജീവിക്കുമ്പോഴും ഉള്ളിൽ കേരളത്തിന്റെ പച്ചപ്പും നന്മയും സൗഹൃദവും കാത്തുസൂക്ഷിക്കുന്നവർ. കേരളത്തിന്റെ സംസ്കൃതിയെക്കുറിച്ചും ഇവർക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. മലയാള ഗാനങ്ങളും സിനിമയും താൽപര്യത്തോടെ നോക്കിക്കാണുന്ന ഈ ഒമാനികൾക്ക് തങ്ങളുടെ രണ്ടാം വീട് തന്നെയാണ് ഇന്നും കേരളം. മലയാളി പേരുള്ള ഒമാനികളുടെ തുറന്നു പറച്ചിലാണ് ഇത്തവണ ടീ ടോക്കിന്റെ ഉള്ളടക്കം. ഒമാനും കേരളവുമായുള്ള ബന്ധം, അതാണ് ഇന്നത്തെ ടീ ടോക്കിന്റെ ചർച്ചാ വിഷയം. കം ലെറ്റ്സ് ചാറ്റ് ഓൺ ടീ ടോക്ക്. ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്. ഇന്ന് ടീ ടോക്കിൽ നമ്മോടൊപ്പം ഡോക്ടർ പി കെ ഹംസ, മസ്കറ്റ് നഗരത്തിലെ ആദ്യകാല ഇന്ത്യൻ ഡോക്ടർമാരിൽ ഒരാൾ, തൃശൂർ ജില്ലയിലെ ചാവക്കാട് സ്വദേശി. 1975 ഇദ്ദേഹം ഒമാനിലെത്തുന്നത്. 2002 ഒമാൻ പൗരത്വം ലഭിച്ചു. ഹംസ ജനറൽ ക്ലിനിക് എന്ന പേരിൽ മസ്കറ്റിൽ സ്വന്തം ആതുരാലയം നടത്തുകയാണ് ഡോക്ടർ ഹംസ. ഡോക്ടർ കെ പി രാമൻ, മസ്കറ്റിലെ അറിയപ്പെടുന്ന ഹൃദ്രോഗ വിദഗ്ധൻ. കന്യാകുമാരി സ്വദേശിയായ ഇദ്ദേഹം 1989 ഒമാനിലെത്തുന്നത്. തിരുവനന്തപുരം ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിൽ ഏറെക്കാലത്തെ സേവനത്തിന് ശേഷമാണ് ഒമാനിലെത്തിയത്. ഇംഗ്ലണ്ടിലായിരുന്നു ഉപരിപഠനം. 2009 ഒമാൻ പൗരത്വം ലഭിച്ചു. 1995 മുതൽ അൽ ഹയാത്ത് ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ എന്ന പേരിൽ മസ്കറ്റിൽ സ്വന്തം ആശുപത്രി നടത്തുകയാണ് ഡോക്ടർ കെ പി രാമൻ. സുഹറ ഹംസ, ഡോക്ടർ പി കെ ഹംസയുടെ സഹധർമ്മിണി. ഭർത്താവിനൊപ്പം 39 വർഷം മുൻപ് ഒമാനിലെത്തി. എറണാകുളം വെങ്ങോല സ്വദേശിനി. സുവോളജി ബിരുദധാരിയായ സുഹറ കുറിച്ച ഇസ്ലാമിക് കവിതകൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ആത്മസങ്കീർത്തനങ്ങൾ എന്ന പേരിൽ ഈണമിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഇന്ത്യൻ പൗരത്വത്തിൽ തുടരുകയാണ് സുഹറ. ദീപ രാമൻ, ഡോക്ടർ കെ പി രാമന്റെ പത്നി. ആലപ്പുഴ സ്വദേശിനിയാണ്. ഇന്ത്യൻ നഴ്സറി എന്ന പേരിൽ മസ്കറ്റ് നഗരത്തിൽ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു ദീപ രാമൻ. ഇപ്പോഴും ഇന്ത്യൻ പൗരത്വത്തിൽ തുടരുന്നു. ഒരു സാഹിത്യം അല്ലെങ്കിൽ കലാരംഗത്തേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മാം കവിത എഴുതുന്നുണ്ട് ഇപ്പൊ മലയാളത്തിൽ. അപ്പൊ അതല്ലാതെ അറബിക്കിൽ എഴുതണമെന്ന് എപ്പോഴെങ്കിലും തോന്നി? കാരണം ഒമാനി ആ ഒരു ഫീലിംഗ്. Actually, I have never studied Arabic in my school or college graduation. So Arabic is an entirely new language for me, and only I know little meaning Quran. I'm trying now. So how can I write poetry in Arabic? That's the മലയാളത്തിൽ എഴുതുന്നുണ്ട്. Malayalam I can write. Even film songs I used to write, but I never give for publicity because music is haram according to Islam. മാം പറഞ്ഞ ആ ഒരു പോയിന്റിൽ എനിക്ക് അറിയാൻ ആഗ്രഹം തോന്നുന്നത്, ഒമാനിൽ എങ്ങനെയാണ് മറ്റ് റിലീജിയൻസിനെ കാണുന്നത്? How? That is a best question you ask, because right. Here absolutely people are feeling much more comfortable and relaxed as far as their religion is concerned. They got all the facilities. Say for Hindus have their own temple, Christians have their own church, and absolutely they feel so comfortable. And if you see on one Friday, people are waiting list, for going to different types of Christian religion. You see that church roundabout, people have got different times. So they are waiting there, flocking there. So which you will never see back in India. All the churches I have seen empty. If you want but mind, here it is full. I want to just say, these Omanis, they are following the true Islam because they are much tolerant. Very tolerant. This is the true Islam, what you see in Oman. Because the Prophet Muhammad sallallahu alaihi wasallam, he has told that you have to be tolerant. Right. The only thing, if some listeners comes, you preach Islam, but we have to be tolerant. So this, I appreciate this Omanis because they are the best who are following Islam truly. In the case of tolerance to other religions.
Absolutely. ഒരു പക്ഷേ ഇപ്പോൾ മാമിനോട് ചോദിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇവിടെ നാഷണൽ ആയതുകൊണ്ട് ഇപ്പോൾ ദ വേ യുവർ അറ്റയർ ഓർ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂം എന്ന് പറയാന്നുണ്ടെങ്കിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നാഷണൽ ആകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രത്തോളമാണ് ആ ഫ്രീഡം ലഭിക്കുന്നത്? I do have a lot of freedom. Karanam, I can dress the way I Absolutely want. no problem. Even for us also there is no dress there- code or anything. Right. We can wear any dress. I was wearing pants and shirt for a long time. Anything you can wear, you Then know. I found it is they more don't have any comfortable to have this restrictions. one because just because you are identified better. just because you're married to an Omani doesn't mean that I have to change my dress code, and it's up to me. ഒരു ചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവർത്തനം ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. അതിനോടൊപ്പം എന്താണ് ഇപ്പോൾ നാടിനെ വെച്ച് നോക്കുമ്പം എന്താണ് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? കാരണം ഇപ്പോൾ ഒരു വ്യക്തി ഈ നാട്ടിനെക്കുറിച്ച് അറിയുന്നത് ഈ നാട്ടിലുള്ളവരിൽ നിന്നാണ്. ഒരുപക്ഷെ യു ആർ ദി അംബാസഡേഴ്സ് പ്രോബ്ലി ടു സ്പീക്ക് അബൌട്ട് ദിസ് പർട്ടിക്കുലർ നേഷൻ. അപ്പോൾ ഈ നാട്ടിൽ എന്തൊക്കെയാണ് നന്മ എന്ന് നമുക്ക് ഇപ്പോൾ നാടിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നന്മ എന്ന് നമുക്ക് പറയാൻ സാധിക്കാം? നാടിൻ്റെ നന്മ എന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് വാട്ട് ഐ ഫൗണ്ട് ദ ഡിഫറൻസ് ഈസ് ഇൻ ദിസ് എസ്പെഷ്യലി ഇൻ ദിസ് കലിയുഗ് I find here so much security, safety, everything for living, because here the rules are very strict, and so we can walk peacefully. This is a big difference. പൊതുവേ ഒരു മലയാളിക്ക് അന്യൊരു നാട്ടുകാരനെ കാണുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ്, അയാളുടെ പെരുമാറ്റത്തിലൊരു വ്യത്യാസമുണ്ടാകും. അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഇവിടെ കാണാറുണ്ടോ? അതായത് ഒമാനിക്ക് നേരെ ഒരു മലയാളി അല്ലെങ്കിൽ മലയാളിക്ക് നേരെ ഒരു ഒമാനി, അങ്ങനെ എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് ഉണ്ട്? സ്വഭാവ രീതിയിൽ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും വളരെ എന്താ പറയുക, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് അങ്ങോട്ട് പെരുമാറാം പരസ്പരം. അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തേർക്ക് നല്ല മതിപ്പാണ്. കാരണം അവരെന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ അവർ മര്യാദയ്ക്ക് ചെയ്യും എന്ന് അവർക്കറിയാം. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ എന്തൊരു ജോലി, ഇപ്പോൾ ഡോക്ടറാണെന്ന് വെച്ചാൽ ഒരു ഒമാനി നമ്മുടെ അടുത്ത് വരാൻ മടിയില്ലായിരുന്നു അക്കാലത്ത്. ഞാൻ അന്ന് ഒമാനിയല്ല, എന്നിട്ട് പോലും എൻ്റെ അടുത്ത് വരുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും ഇവിടുത്തെ തന്നെയാണ്. അന്ന് പറയുമ്പോൾ എനിക്ക് ഭാഷ പോലും മര്യാദയ്ക്ക് അറിയില്ല. ഓൾദോ ഐ സ്റ്റാർട്ടഡ് അറബിക്ക് എൻ്റെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറബിക്ക് നന്നായിട്ട് അറിയാം, എഴുതാനും വായിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ കൊളോക്കിലായിട്ടുള്ള അറബിക്ക് അന്ന് അറിയില്ലായിരുന്നു. അതൊക്കെ ഇവിടെ വന്നിട്ട് ഭാഷ ഇവിടുത്തെ രീതി പറയാം. അപ്പോൾ ആ അറിയില്ല എന്നുള്ളെങ്കിൽ പോലും അവർക്ക് നമ്മളോട് നല്ല ബഹുമാനമായിരുന്നു ആ കാര്യത്തിൽ. ഡോക്ടറോട് ആ ഒരു കാര്യത്തിൽ പലപ്പോഴും മലയാളിയാണെന്ന് അറിയാതെ അല്ലെങ്കിൽ മലയാളം സംസാരിക്കും എന്നറിയാതെ മുന്നിൽ വന്ന് മലയാളം സംസാരിക്കുന്ന അബദ്ധം കാണിക്കാറുണ്ട്. പലപ്പോഴും വേറൊരു നാട്ടിലേക്ക് എത്തിക്കഴിയുമ്പം ആർക്ക് മലയാളം അറിയാം ആർക്ക് മലയാളം അറിയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒമാനി ആയതിനു ശേഷം ഇപ്പോൾ ഈ ഡ്രസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പലപ്പോഴും ചില ആൾക്കാരൊക്കെ ചില കമൻസൊക്കെ പറയുന്നത്, ഈവൻ സൂപ്പർ മാർക്കറ്റിൽ വരെ ആ ഒമാനിക്ക് മാറിക്കൊടുത്ത അയാൾ അങ്ങ് പോയിക്കോട്ടെ, ഒമാനിക്ക് മാറിക്കൊടുത്തല്ല അയാൾ അങ്ങ് പോയിക്കോട്ടെ എന്ന് പറയും. എന്നുവെച്ചാൽ ജസ്റ്റ് ഗീവ് മി സം റെസ്പെക്ട്, ലെറ്റ് ഹിം ഗോ ഫസ്റ്റ്, then I will say no it is your turn, you go. അപ്പോഴും പറഞ്ഞില്ല, മലയാളിയാന്ന് പറഞ്ഞില്ല. അപ്പോഴും പറയില്ല. കുറച്ച് പക്ഷേ ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ ആ പറഞ്ഞ ആൾക്കാർക്ക് മുഴുവൻ ഒരു പാടാണ്. അതങ്ങനെ ഉണ്ടാകാറുണ്ട്, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതിപ്പോൾ അവിടെ ഇവിടെ പോകും. അതുമാതിരി നമ്മൾ അവിടെ ഇവിടെ ചെല്ലുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ്. അതായത് നമ്മൾ കസ്റ്റംസിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ, ഇന്ത്യയിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ചെന്ന് നോക്കിയിട്ട് ദെൻ യു ലുക്ക് ഇൻ ടു ദെൻ ഐ വിൽ ബി ഇൻ ലോക്കൽ അവിടുത്തെ ഡ്രസ്സിലാണ്. സാധാരണ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിലേക്ക് നോക്കും, മുഖത്തോട്ട് നോക്കും, ഫോട്ടോയിലോട്ട് നോക്കും, മുഖത്ത് ഫോട്ടോയിലുള്ളത് ഈ പടം വ്യത്യാസമുണ്ട്. ഇങ്ങനെ ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ള പടമാണോ താടിയൊക്കെയുള്ള പടമാണോ. അപ്പോൾ അത് നോക്കിയിട്ട് പറയും സിറ്റിസൺഷിപ്പ് എടുത്തതാണോ? അതെ. കിട്ടിയോ? എങ്ങനെ കിട്ടിയത്? ഞാൻ പറയും അത് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവിടെ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ്. വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാനൊക്കെ, പക്ഷെ അവർ നോക്കിയിട്ടാണ് തരുന്നതൊക്കെ. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കിട്ടാനൊക്കെ ആയിട്ട്. അപ്പോൾ എത്ര കൊല്ലം വേണം? ഞാൻ പറഞ്ഞാൽ അങ്ങനെ കൊല്ലം എന്ന് പറഞ്ഞാലില്ല, ഇപ്പോൾ അവർ സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് കൊല്ലം ഒരു 20 കൊല്ലം മിനിമം വേണം. മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, അതിനേക്കാൾ കുറച്ച് കുറവൊക്കെ ആയിരുന്നു കൊല്ലം. അപ്പോൾ ഓരോ കൊല്ലം കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. മറ്റുള്ള നാടുകളിലെ പോലെ ഒരു ഫിക്സഡ് പീരീഡ് വന്നാൽ മറ്റേ ഗ്രീൻ കാർഡും യെല്ലോ കാർഡും അങ്ങനെയൊന്നുമില്ല. ഇവിടെ അവർ നമ്മൾ എത്ര അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, എല്ലാത്തിനും എലിജിബിൾ ആയിട്ടുള്ളതായിരിക്കും, അറബിക്ക് അറിയാവുന്നവരായിരിക്കും, ഈ പറഞ്ഞ പോലെ ഇവിടെ കുറേ കാലമായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഇതൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അവർക്ക് പ്രത്യേക രീതിയിലുള്ള ചില ക്രൈറ്റീരിയനൊക്കെ ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. അത് നമുക്കറിയില്ല എപ്പോഴാണ് വരിക എങ്ങനെയാണെന്നുള്ളത്. അപ്ലൈ ചെയ്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അവർ വിളിക്കും, സമയമാകുമ്പോൾ ദേ വിൽ കോൾ ചെയ്യും. ആ സമയത്ത് പോവുക, പറയാനുമായ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അത് ആബ്സല്യൂട്ട് സീക്രട്ടായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, അതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. നിങ്ങൾ ഓൺലി തിങ് വാട്ട് യു ക്യാൻ ഡു, ഇത് കഴിഞ്ഞിട്ടൊരു ഇത് എഴുതി കൊടുക്കുക, ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ
വെയിറ്റ് ചെയ്യുക. എത്ര കാലം എന്ന് വെച്ചാൽ ആ സമയം വരെ കാത്തിരുന്നാൽ അത് കിട്ടും, അത്രേ ഉള്ളൂ. ഈ സംവാദം അല്പനേരത്തിൽ തുടരാം. ടീ ടോക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്. ബി ബാക്ക് ഇൻ എ ഷോർട്ട് വൈൽ.